ഹായ് ഫ്രണ്ട്സ്, മോംസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം കൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹൽവ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളം ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കുക. എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഒഴിക്കുക. എൻ്റെ പാൻ ഇത് ചെറുതാണ്, അപ്പോൾ ഞാൻ ഒത്തിരി ഒഴിച്ചാൽ തിളച്ച് മറിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നോൺ സ്റ്റിക്ക് പാനാണ് ഏറ്റവും നല്ലത് ഇതിന്. അപ്പോൾ അതിനുശേഷം അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഓട്ടുരുളി അങ്ങനെ വല്ലതും ആണെങ്കിൽ പ്രശ്നം വരത്തില്ല. അലുമിനിയത്തിലൊക്കെ വെക്കുവാണെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിച്ച് വല്ലാണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനൊരു പകുതി ബീറ്റ്റൂട്ട് ഇതുപോലെ നീളത്തിൽ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഒരു കളറിന് വേണ്ടിയിട്ടാണ് നമ്മളത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ലപോലെ ഒന്ന് തിളച്ച് ഈ കളറെല്ലാം, കഞ്ഞിവെള്ളത്തിൻ്റെ കളറെല്ലാം ഒന്ന് മാറി വരുമ്പോൾ നമുക്കതൊന്ന് കോരി മാറ്റാം. നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. നല്ല ടേസ്റ്റായിട്ട് അടിപൊളി ടേസ്റ്റായിട്ടുള്ള ഒരു ഹൽവയാണിത്. അപ്പോൾ നമുക്കിത് ഇതിൽ നിന്ന് കോരി മാറ്റിയതിന് ശേഷം ഈ പാത്രം നിറച്ച് ഞാൻ പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കുക. തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത്. ഒരു മീഡിയം സൈസിൽ വെച്ച് തന്നെ ഇളക്കി കൊടുക്കുക. കണ്ടല്ലോ, കൈ വിടാതെ ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ പഞ്ചസാരയൊക്കെ നമ്മൾ ഇട്ടേക്കുമല്ലേ, അപ്പോൾ അടിയിലൊന്നും ഇതാവാതെ നോക്കി നല്ലപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കും തോറും നമ്മുടെ ആ കഞ്ഞിവെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ ഇതാ കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പോൾ ഇത് കണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ മൊബൈലിന് ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം ഇല്ലാതില്ല. ഞാൻ നേരത്തെ ഇതിൻ്റെ ഡിസ്പ്ലേ പോയതിനു ശേഷം നമ്മളൊന്ന് മാറ്റി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു കളർ വ്യത്യാസമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട് ഇതിൽ. അപ്പോൾ ഞാൻ അതിലേക്ക് ഉഴുന്നുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം ഇപ്പോൾ നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിനി വെളുത്ത എള്ളില്ലേ, വെള്ള എള്ള്, അതിട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് കശുവണ്ടി ഞുറുക്കിയതും ബദാം ഞുറുക്കിയെടുത്തത് ചെറുതായിട്ടാണ് ഞുറുക്കിയേക്കുന്നത്, അതും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. 1 സ്പൂണോ 1.5 സ്പൂണോ നെയ്യ് ഒഴിച്ച് കൊടുത്ത് ഇനി ഇത് നല്ലപോലെ ഒന്ന് വറ്റി വരണം. നല്ലപോലെ നല്ല മണം വരും കേട്ടോ. ഇങ്ങനെ നമ്മൾ ഈ നെയ്യൊക്കെ ഒഴിച്ച് ഏലക്കാടയും നെയ്യിൻ്റെയൊക്കെ മണം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. നല്ല മണമാണ്. ഇപ്പോൾ അതായത് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ടല്ലോ, കണ്ടല്ലോ. ഇപ്പോൾ നല്ല കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ബീറ്റ്റൂട്ട് ഒത്തിരി ഇങ്ങനെ ഫ്രിഡ്ജിലൊക്കെ വെച്ചിരുന്നതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഒരു പാത്രം ഞാൻ എടുത്തു. അതിൽ ഇച്ചിരി നെയ്യ് തടവി കൊടുത്തതിന് ശേഷം നമുക്ക് ചൂടോടുകൂടി തന്നെ അതിനകത്തോട്ട് ഈ കൂട്ട് നമുക്ക് ഒഴിച്ച് വെച്ചിട്ട് ഒരു 1.5 മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യണം. അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നല്ല തണുത്തതിന് ശേഷം ഞാൻ പാത്രത്തിൽ നിന്ന് എടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള നല്ല കിടുക്കാച്ചി ഹൽവ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മുറിച്ച് നമുക്ക് എങ്ങനെ മുറിക്കണമെന്ന് ഇഷ്ടമാണോ അതനുസരിച്ച് ഓരോ പീസായിട്ട് മുറിച്ച് നമുക്ക് കഴിക്കാം. അപ്പോൾ നമ്മൾ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം, ഇച്ചിരി പഞ്ചസാര, ഇച്ചിരി നെയ്യും ഇത്തിരി കാഷ്യൂനട്ടും ഒക്കെ ഉണ്ടെങ്കിൽ കണ്ടോ, അടിപൊളിയായിട്ടുള്ള ഹൽവ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, സൂപ്പർ ടേസ്റ്റുമാണ്. അപ്പോൾ കളറൊക്കെ ഇപ്പോൾ ഇത് ബീറ്റ്റൂട്ട് വേണ്ടെന്നുള്ളവർക്ക് കളർ ചേർക്കാമെന്ന് താല്പര്യമുള്ളവർക്ക് കളറൊക്കെ ചേർത്ത് പല രൂപത്തിലുണ്ടാക്കി പല കളറിലൊക്കെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. അപ്പോൾ ബായ്.